നമസ്കാരം. സ്പിരിച്വൽ ഗുരുവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ റീഡിങ്ങിലൂടെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഉടനെ വന്ന് ചേരാൻ പോകുന്ന മാറ്റങ്ങൾ എന്തെല്ലാം അനുഗ്രഹങ്ങളാണ് നിങ്ങളെ വളരെ പെട്ടെന്ന് തേടിയെത്തുന്നത് എന്നുള്ളതാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്കുള്ള ഇന്നത്തെ സന്ദേശം എന്താണെന്നുള്ളത് നോക്കാം. അപ്പോൾ ഇവിടെ നിങ്ങൾ വളരെയധികം ആഗ്രഹിക്കുന്ന ഒരു കാര്യം, അതായത് നിങ്ങൾക്ക് വളരെയധികം ഗുണകരമാകുമെന്ന് നിങ്ങൾ വിചാരിക്കുന്ന, നിങ്ങൾ ആഗ്രഹിക്കുന്ന ഏതെങ്കിലും ഒരു കാര്യം നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്ന ഒരു എനർജിയാണ് കാണുന്നത്. ഒരുപക്ഷെ വളരെയധികം പ്രയാസകരമായിട്ടുള്ള ഒരു സാഹചര്യത്തിൽ കൂടിയായിരിക്കാം നിങ്ങളിൽ പല ആളുകളും ഇപ്പോൾ കടന്നു പോകുന്നത്. അതിനാൽ തന്നെ ആ ഒരു സാഹചര്യത്തിലേക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു കാര്യം വന്നു ചേരുമ്പോൾ അത് നിങ്ങൾക്ക് വളരെയധികം സമാധാനവും സന്തോഷവുമൊക്കെ കൊണ്ടു നൽകും എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ പ്രപഞ്ചശക്തി നിങ്ങളോട് പറയുന്നത് നിങ്ങൾ വളരെയധികം ആഗ്രഹിക്കുന്ന ആ ഒരു കാര്യം അത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വളരെ പെട്ടെന്ന് പ്രവേശിക്കാൻ പോകുന്നു എന്നുള്ളതാണ്. അതേപോലെ തന്നെ ഇവിടെ ഒരു തുടക്കം കാണാൻ സാധിക്കുന്നുണ്ട്. അതായത് ചില കാര്യങ്ങൾ അവസാനിക്കുന്നു, അവിടെ മറ്റു ചില കാര്യങ്ങൾക്ക് തുടക്കം കുറിക്കാനായിട്ട് പോകുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഇവിടെ എന്താണ് അവസാനിക്കുന്നത് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന, നിങ്ങളുടെ സമാധാനവും സന്തോഷവും നിങ്ങളുടെ പ്രതീക്ഷകളുമൊക്കെ ഇല്ലാതാക്കുന്ന ആ ഒരു സാഹചര്യം അത് അവസാനിക്കാൻ പോകുന്നു എന്നുള്ളതാണ്. അതിന് ശേഷമുള്ള നിങ്ങളുടെ ജീവിതത്തിൻ്റെ പുതിയൊരു തുടക്കം ആണ് സംഭവിക്കാൻ പോകുന്നത്. അവിടെ നിങ്ങൾക്ക് വളരെയധികം സമാധാനം നിറഞ്ഞ, സന്തോഷം നിറഞ്ഞ, പ്രതീക്ഷകൾ നിറഞ്ഞ ആ ഒരു സമയങ്ങളാണ് വന്നു ചേരുന്നത്. അവിടെ നിങ്ങൾ വളരെയധികം ഊർജ്ജസ്വലതയോടെ സന്തോഷത്തോടെ ഇരിക്കുന്ന ഒരു സാഹചര്യമാണ് കാണുന്നത്. കൂടാതെ ഏതെങ്കിലും തരത്തിലുള്ള മാനസിക വിഷമങ്ങൾ നിങ്ങൾക്കുണ്ടായാൽ അതിൽ മാത്രം ശ്രദ്ധ കൊടുത്ത് അതിനെക്കുറിച്ച് മാത്രം ചിന്തിച്ച് വിഷമിച്ചിരിക്കാനായിട്ട് ശ്രമിക്കുന്ന ആളുകളുടെ ഒരു എനർജി കാണുന്നുണ്ട്. ഒരുപക്ഷെ നിങ്ങളിൽ പലരും ഈ ഒരു മാനസികാവസ്ഥയിൽ നിങ്ങൾക്ക് ചുറ്റുമുള്ള ആളുകളെ അല്ലെങ്കിൽ നിങ്ങൾക്ക് ചുറ്റും നടക്കുന്ന കാര്യങ്ങളെ കാണാനോ അറിയാനോ നിങ്ങൾ ശ്രമിക്കുന്നില്ല എന്നുള്ളതാണ്. നിങ്ങളുടെ ഉള്ളിലുള്ള ആ ഒരു കാര്യത്തിൽ മാത്രമാണ് നിങ്ങൾ ശ്രദ്ധ കൊടുക്കാറുള്ളത്. അപ്പോൾ അത്തരത്തിൽ എല്ലാത്തിനെയും ഒരു അലസതയോടെ സമീപിക്കുന്ന, ചുറ്റുമുള്ളതിനെ ശ്രദ്ധിക്കാതെ ഏതോ ഒരു കാര്യത്തിൽ മാത്രം ശ്രദ്ധ കൊടുത്ത് ഇരിക്കുന്ന ആളുകളുടെ ഒരു എനർജിയാണ് കാണുന്നത്. എല്ലാവർക്കും ഈ ഒരു സാഹചര്യം ശരിയാവണമെന്നില്ല, എന്നാലും ഇത്തരമൊരു എനർജിയിലാണ് പലരും ഇരിക്കുന്നത് എന്നുള്ളതാണ് കാണുന്നത്. അപ്പോൾ ഇവിടെ പ്രപഞ്ചശക്തി നിങ്ങളോട് പറയുന്നുണ്ട്, നിങ്ങളുടെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്ന അത്തരം സങ്കടങ്ങളിൽ നിന്നും നെഗറ്റീവ് ചിന്തകളിൽ നിന്നും നിങ്ങൾ സ്വയം പുറത്തേക്ക് വരണം എന്ന്. കാരണം ഈ ഒരു അവസ്ഥ മറികടക്കാനായിട്ട് നിങ്ങൾക്ക് മുന്നിൽ ധാരാളം മാർഗങ്ങളുണ്ട്. എന്നാൽ അതിനെ കാണണമെങ്കിൽ അല്ലെങ്കിൽ അതിനെ നിങ്ങൾ അറിയണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഉള്ളിലെ ആ ഒരു ഇരുട്ടിനെ, അതായത് നെഗറ്റീവായിട്ടുള്ള ചിന്തകളെ പൊട്ടിച്ചു മാറ്റിക്കൊണ്ട് നിങ്ങൾ പുറത്തേക്ക് വരേണ്ടതായിട്ടുണ്ട് എന്നാണ് പ്രപഞ്ചം നിങ്ങളോട് പറയുന്നത്. ഇവിടെ നിങ്ങൾ അങ്ങനെ ചെയ്താൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിന് ഒരു പ്രകാശം വന്ന് ചേരും. പ്രപഞ്ചം പല മാർഗങ്ങളും നിങ്ങൾക്ക് മുന്നിലേക്ക് നൽകി നിങ്ങൾക്കൊരു സഹായം നൽകും എന്നുള്ളതാണ് കാണുന്നത്. കൂടാതെ ഇവിടെ നിങ്ങളുടെ പ്രതീക്ഷകൾ പൂവണിയുന്ന ഒരു സമയമാണ് ഇപ്പോൾ ഉള്ളതെന്നാണ് കാണുന്നത്. സാമ്പത്തികമായിട്ടുള്ള ഒരു പുരോഗതിയിലേക്ക് നിങ്ങളിൽ പലരും എത്തിച്ചേരുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങൾ ഒരുപാട് സാമ്പത്തിക പുരോഗതിക്ക് വേണ്ടി പരിശ്രമിക്കുന്ന ആളുകളായിരിക്കാം. അപ്പോൾ ഇവിടെ പല മാർഗങ്ങളിൽ കൂടിയും സാമ്പത്തികമായിട്ടുള്ള ഒരു ഉയർച്ച നിങ്ങൾക്ക് ഉണ്ടാകുന്നു എന്നുള്ളതാണ് കാണുന്നത്. ജീവിതത്തിൽ നിങ്ങൾക്ക് സംഭവിച്ചിട്ടുള്ള പല നഷ്ടങ്ങളിൽ നിന്നും സങ്കടങ്ങളിൽ നിന്നും പല വിധത്തിലുള്ള തിരിച്ചറിവുകളും നിങ്ങളിപ്പോൾ നേടിയെടുത്ത് കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. ഇനി നിങ്ങൾക്ക് വിജയത്തിൻ്റെ ആ ഒരു സമയങ്ങളാണ് ഉള്ളതെന്നാണ് പ്രപഞ്ചം നിങ്ങളോട് പറയുന്നത്. കൂടാതെ മറ്റുള്ളവർക്ക് നല്ലത് പറഞ്ഞ് കൊടുക്കാനും മറ്റുള്ളവരുടെ സങ്കടങ്ങൾ കേട്ട് അവരെ സമാധാനിപ്പിക്കാനും ആശ്വസിപ്പിക്കാനുമൊക്കെ കഴിയുന്ന ആ ഒരു
തലത്തിലേക്ക് പലരും എത്തിച്ചേരുന്നുണ്ട്. ഇവിടെ പ്രപഞ്ചശക്തി നിങ്ങളിലേക്ക് വളരെ വേഗത്തിൽ എത്തിച്ചു തരുന്ന ഒരു അനുഗ്രഹമായിട്ട് കാണുന്നത് നിങ്ങൾക്ക് ആഗ്രഹ സബലീകരണം സാധ്യമാവും എന്നുള്ളതാണ്. അതേപോലെ തന്നെ ഇവിടെ നിങ്ങളെന്ന വ്യക്തിയിൽ മുമ്പുള്ള നിങ്ങളെ അപേക്ഷിച്ച് ഇന്ന് ഒരുപാട് മാറ്റങ്ങൾ വന്ന് ചേർന്നിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അതായത് മുമ്പ് നിങ്ങൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും ഒരുപക്ഷെ മറ്റുള്ളവരെന്ത് വിചാരിക്കും, അല്ലെങ്കിൽ മറ്റുള്ളവർ ഏത് രീതിയിൽ നിങ്ങളെ നോക്കി കാണുമെന്ന് നിങ്ങൾ വളരെയധികം ആശങ്കപ്പെട്ടിരുന്നു. മുമ്പ് മറ്റുള്ളവരോട് എതിർത്ത് പറയാനോ മറ്റുള്ളവരെന്ത് കാര്യം നിങ്ങളോട് ആവശ്യപ്പെട്ടാലും ഇല്ല എന്ന് മുഖത്ത് നോക്കി പറയാനുമൊക്കെ വളരെയധികം ബുദ്ധിമുട്ട് നിങ്ങൾക്കുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് നിങ്ങൾക്ക് വന്നു ചേർന്ന പല വിധത്തിലുള്ള സാഹചര്യങ്ങൾ കൊണ്ടും നിങ്ങൾക്ക് ചുറ്റുമുള്ള ആളുകളെ ശരിയായ രീതിയിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചതുകൊണ്ടുമൊക്കെ നിങ്ങളിലുണ്ടായിരുന്ന അത്തരം എനർജി ഇപ്പോൾ നിങ്ങളിൽ നിന്നും മാറിയിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. അതായത് ഇപ്പോഴത്തെ നിങ്ങളിൽ വളരെയധികം മാറ്റങ്ങളാണ് സംഭവിച്ചിട്ടുള്ളത്. നിങ്ങളിപ്പോൾ സ്വന്തമായിട്ട് നിലപാടുകളുള്ള ആളുകളാണ്. ആരെന്ത് വിചാരിച്ചാലും നിങ്ങൾക്ക് ശരിയായിട്ട് തോന്നുന്ന കാര്യങ്ങൾ പറയാനും ചെയ്യാനും ഇപ്പോൾ നിങ്ങൾ ഒരു മടിയും കാണിക്കാറില്ല. അതേപോലെ തന്നെ ഇവിടെ വളരെയധികം ദൈവാനുഗ്രഹമുള്ള ആളുകളാണ് നിങ്ങൾ എന്നുള്ളത് കാണുന്നുണ്ട്. ഇപ്പോൾ പല സാഹചര്യങ്ങളിലും നിങ്ങളെ ആയാലും നിങ്ങൾക്ക് ചുറ്റുമുള്ളവരെ ആയാലും വളരെയധികം അതിശയിപ്പിക്കുന്ന രീതിയിൽ പല അത്ഭുതങ്ങളും ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള ആളുകളാണ് നിങ്ങൾ എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. കൂടാതെ കലാപരമായിട്ടുള്ള കഴിവുകളുള്ള വ്യക്തികളാണ് നിങ്ങളെങ്കിൽ നിങ്ങളിലെ അത്തരം കഴിവുകളെ പ്രയോജനപ്പെടുത്താനുള്ള ഒരു സമയം കൂടിയാണ് നിങ്ങൾക്ക് മുന്നിൽ ഉള്ളത് എന്ന് കാണുന്നുണ്ട്. അവിടെ കലാപരമായിട്ടുള്ള ഒരു പുരോഗതി തീർച്ചയായിട്ടും നിങ്ങൾക്ക് വന്നു ചേരുന്നതാണ്. ഇവിടെ തൊഴിൽപരമായിട്ടുള്ള ധാരാളം അവസരങ്ങൾ നിങ്ങളെ തേടി എത്തുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങളിൽ പലരും വളരെയധികം ആഗ്രഹിച്ച് പരിശ്രമിച്ച് കാത്തിരുന്ന ജോലിയിലേക്ക് പ്രവേശിക്കുന്നതായിട്ടും കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കുള്ള പ്രപഞ്ചശക്തിയുടെ ഇന്നത്തെ സന്ദേശം ഇതായിരുന്നു. എപ്പോഴും പോസിറ്റീവായിട്ട് ഇരിക്കാനായിട്ട് ശ്രമിക്കുക. എല്ലാ കാര്യങ്ങളിലും ഒരു ശുഭപ്രതീക്ഷ കൊടുക്കുക. അതേപോലെ തന്നെ നിങ്ങൾ വിശ്വസിക്കുന്ന ഒരു ശക്തിയെ ഏതൊരു സാഹചര്യത്തിലും പ്രാർത്ഥിക്കുക. അപ്പോൾ ഈ ഒരു റീഡിങ്ങിൽ നിന്നും നിങ്ങളുമായിട്ടും നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളുമായിട്ടൊക്കെ നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് തോന്നുന്ന കാര്യങ്ങളെ മാത്രം എടുക്കുക, അല്ലാത്ത കാര്യങ്ങൾ വിട്ടുകളയുക. നിങ്ങൾ വിശ്വസിക്കുന്ന ഒരു ശക്തിയുടെ സഹായവും അനുഗ്രഹവും എപ്പോഴും നിങ്ങളോടൊപ്പം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വീണ്ടും പുതിയൊരു വീഡിയോയിലൂടെ കാണാം.